എൻ്റെ എല്ലാ കൂട്ടുകാർക്കും SB മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ സാദിഖ് ബിസ്മി. ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് കാൾ റെക്കോർഡറാണ്. നമ്മുടെ ഫോണിലോട്ട് വരുന്നതും നമ്മൾ ഇവിടെ നിന്ന് വിളിക്കുന്നതുമായ എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. മൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, മാജിക്, ഹെൽത്ത്, മൈൻഡ് പവർ ടിപ്സ് ഇവയെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭിക്കാൻ സെർച്ച് ബാറിൽ SB മീഡിയ എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ ഫേസ്ബുക്ക് പേജായ SB മീഡിയ സാദിഖ് ബിസ്മി എന്നുള്ളത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. അതിനോട് ചേർന്ന ഫോളോയിങ് എന്ന ഓപ്ഷനിൽ നിന്നും See ഫസ്റ്റ് എന്നുള്ളതും സെലക്ട് ചെയ്യുക. ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ ഓട്ടോമാറ്റിക് കാൾ റെക്കോർഡിംഗ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ കാണും. ഇതാണ് അതിൻ്റെ സിമ്പിൾ. നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന്. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരും. അതിനകത്ത് ഈ 3 കുത്തുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതിനകത്ത് സെറ്റിങ്സ് കാണാം. അല്ലെങ്കിൽ ഈ 3 വരെയുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാം. എന്തായാലും നമുക്ക് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഈ റെക്കോർഡ് കാൾസ് ടേൺ ഓൺ ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് എന്നുള്ള ഈ ഓപ്ഷനിൽ ഈ ടിക്ക് ഇട്ടിരിക്കണം. ഈ ടിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് കാൾ റെക്കോർഡ് ആകുകയുള്ളൂ. ഈ ടിക്കില്ലെങ്കിൽ റെക്കോർഡ് ആവുന്നതല്ല. ബാക്കിയുള്ള സെറ്റിങ്സിലൊന്നും നിങ്ങൾ വലിയ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഈ ഫോണിലേക്ക് ഞാൻ വേറൊരു ഫോണിൽ നിന്ന് വിളിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് അത് റെക്കോർഡ് ആകുന്നത് എന്നുള്ളത് നോക്കാം. കാൾ വരുന്നുണ്ട്. നമുക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ കാൾ അറ്റൻഡ് ചെയ്തു. കാൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാൾ റെക്കോർഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഈ ചുമപ്പ് കളറിൽ കാണുന്ന ഈ റൗണ്ട് ഉണ്ടല്ലോ, ഇത് വന്നിട്ട് ഈ കാൾ റെക്കോർഡ് ആവുന്നതിൻ്റെ നമുക്ക് സൂചനയാണ്. ഈ കാൾ റെക്കോർഡ് ആകുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഞാനിപ്പോൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് നമുക്ക് നോക്കാം ഇത് എവിടെ റെക്കോർഡായി കിടക്കുന്നത് എന്നും മറ്റും നമുക്ക് നോക്കാം. ഞാൻ ഫോൺ കട്ട് ചെയ്തു. അതിന് ശേഷം നമുക്ക് നോട്ടിഫിക്കേഷനിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഇവിടെ 2 ന്യൂ റെക്കോർഡിങ്സ് എന്നുള്ള ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 ന്യൂ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് 2 റെക്കോർഡിംഗ് നടന്നിട്ടുണ്ട് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കേഷനിൽ പോയി ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ആളുടെ പേരും ആ വന്ന കോളിൻ്റെ ടൈമും എത്ര സെക്കൻഡ് വരെ റെക്കോർഡിംഗ് ആയിട്ടുണ്ട് എന്നുള്ളതും നമുക്കിതിനകത്ത് കാണാം. നമുക്കിതിനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേയും ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ വിളിച്ചത് പ്ലേ ആവുന്നതാണ്. ഇതിൽ വേറൊരു കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ അകത്ത് സെറ്റിങ്സിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇൻബോക്സ് സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് 5, 10, 20, 40, 100 അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഡിഫാൾട്ടായിട്ട് കിടക്കുന്നത് 40-ലായിരിക്കും. അതായത് 40 റെക്കോർഡിംഗ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിലോട്ട് താഴെയുള്ളത് ഡിലീറ്റായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. 40 റെക്കോർഡിംഗ് വരെ മാത്രമേ അതിൻ്റെ ഇൻബോക്സിൽ സേവ് ചെയ്ത് കിടക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് 100, 200, 500, 1000 ഒക്കെ ആക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ ഇതിൽ ഡിഫാൾട്ടായിട്ട് 40 ആയിരിക്കും കിടക്കുക. നമുക്കത് നല്ലതാണ്. നമുക്ക് റെക്കോർഡിംഗ് ആവുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവും. 40 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായി ബാക്കിലേക്ക് ഡിലീറ്റായി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ റെക്കോർഡ് ആയതിന് അത്യാവശ്യമുള്ളത് അങ്ങനെ ഡിലീറ്റ് ആവണ്ട എന്നുണ്ടെങ്കിൽ ആ റെക്കോർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ റെക്കോർഡായ ഫയലിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സേവ് എന്നുള്ളത് കൊടുക്കുക. സേവ് എന്നുള്ളത് കൊടുത്താൽ അത് ഇൻബോക്സിൽ നിന്ന് പോയതായിരിക്കും. ഈ സേവ്ഡ് എന്നുള്ള ഇതിൽ അത് സേവായിട്ട് നിങ്ങൾക്ക് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെ ഉപകാരമുള്ളൊരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ ലഭ്യമാണ്. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയറും നമുക്ക് പുതിയ വീഡിയോ ഉണ്ടാക്കാനുള്ളൊരു പ്രോത്സാഹനമാണ്. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.